പ്രിയ സുഹൃത്തെ, 2007 ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിട്ടാണ് ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ആ സമയത്ത് അദ്ദേഹം ഇപ്പോൾ സൗദി അറേബ്യയിൽ ഒരു റിഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി കൊടുത്തു. ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയാണ് ഒരു വർഷം പ്രീമിയം വരുന്നത്. അദ്ദേഹം ഹാഫ് ഇയർലിയാണ് പേയ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഏകദേശം ഒരു വർഷം 1.5 ലക്ഷം രൂപയോളം പ്രീമിയം വരുമായിരുന്നു. അങ്ങനെ അദ്ദേഹം 2-3 തവണ പ്രീമിയം അടച്ചു. 2008 ആയപ്പോഴേക്കും നമുക്കറിയാം ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യം വന്നു. പിന്നീട് അദ്ദേഹത്തിന് ഈ പോളിസി കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. ഏകദേശം ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് ഒരു പഴയ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. എന്നാൽ അതിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന്റെ പെൻഡിങ് പ്രീമിയം എല്ലാം വളരെയധികം കൂടിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ആ പോളിസി കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി മിനിമം 3 വർഷങ്ങൾ അടച്ചില്ലെങ്കിൽ നമുക്ക് 1 രൂപ പോലും നമുക്ക് തിരിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഏകദേശം 3 ഹാഫ് ഇയർലി ആയിട്ട് 3 തവണ പ്രീമിയം അടച്ചിരുന്നു. 1.5 വർഷത്തോളം പ്രീമിയം അടച്ചിരുന്നു. ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം ഇദ്ദേഹം പ്രീമിയം അടച്ചിരുന്നു. ഈ 2 ലക്ഷം രൂപയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത്, കാരണം ഞാൻ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാനുള്ള കാരണങ്ങൾ ഇങ്ങനത്തെ പല കാരണങ്ങളുമാണ്. കാരണം അവിടുത്തെ ഇതേപോലെ പല ആൾക്കാരെ, ഇദ്ദേഹത്തിന് മാത്രമല്ല പല ആൾക്കാരുടെയും പണം അവർക്ക് ഈ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് മൂലം അവർക്ക് തുടക്കകാലത്തിൽ, ഇപ്പം എൻ്റെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ ഞാൻ കൊടുത്ത് ഞാൻ മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഞാൻ അതിനുശേഷം ഞാൻ എൻട്രി ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 17 വർഷത്തോളമായി. 17 വർഷത്തിനിടെ 3000-ഓളം കസ്റ്റമേഴ്സിനെ ഞങ്ങൾ പേഴ്സണലി നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ മെജോറിറ്റി ഒരു 80-90% NRI ക്ലയൻസ് ആണ്. ഈ 3000-ഓളം കസ്റ്റമേഴ്സിൽ നിരവധി പേർക്ക് ഇപ്പം ഇദ്ദേഹം കടന്നുപോയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ നിരവധി കസ്റ്റമേഴ്സ് മ്യൂച്വൽ ഫണ്ടിൽ ഞങ്ങൾക്കുണ്ട്. എന്നാൽ എനിക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് ആർക്കും തന്നെ അവർക്ക് ഫ്യൂച്ചർ പേയ്മെന്റ് അടക്കാൻ പറ്റിയില്ല എന്നതിൻ്റെ പേരിൽ 1 രൂപ പോലും മ്യൂച്വൽ ഫണ്ടിൽ നഷ്ടം വന്നിട്ടില്ല. ചില സമയങ്ങളിൽ അവർ വിഡ്രോ ചെയ്യാൻ പോകുന്ന സമയത്ത് മാർക്കറ്റ് വല്ല ക്രാഷ് ആയിട്ടിരിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് പോയി വിഡ്രോ ചെയ്താൽ അവർക്ക് നഷ്ടം വരാം. പക്ഷേ ആ സമയത്ത് വിഡ്രോ ചെയ്യാതെ അല്പം വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺസ് കിട്ടുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇന്നേ ദിവസം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുവാൻ പോകുന്നത്, ഇപ്പോൾ ഒരു ഗൾഫ് NRIസിനെ സംബന്ധിച്ച് അവർക്ക് നിക്ഷേപിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചാണ്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നേ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമിച്ചൻ ടിപ്സ്. മൈ നെയിം ഈസ് പ്രിൻസൺ ഡയസ്. തൊമിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം ഒരു ഗൾഫ് NRIസിനെ സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ട് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ റീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ഇതാണ്, ഫ്ലെക്സിബിലിറ്റി. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഗൾഫ് NRIs അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവർക്കിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറി ഉണ്ട്. എന്നാൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ജോബ് സെക്യൂരിറ്റിയാണ്. അതായത് ഏത് നിമിഷം വേണമെങ്കിലും അവരുടെ ജോലി നഷ്ടപ്പെടാം. ഇപ്പോൾ രാത്രി ജസ്റ്റ് ഒരു മെയിൽ വന്നാൽ മതി, പിറ്റേ ദിവസം തുടങ്ങി ജോലിക്ക് പോകേണ്ട സാഹചര്യം അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം വരാം. അപ്പോൾ ഈ തരത്തിലുള്ള നല്ല ഇൻകമുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവരെപ്പോഴും മനസ്സിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നം ഓൾമോസ്റ്റ് എല്ലാ ഗൾഫ് മലയാളികളുടെ ഇടയിലുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സാധാരണ രീതിയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പല ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഇൻഷുറൻസ് മിനിമം 3 വർഷം അടച്ചില്ലെങ്കിൽ 1 രൂപ പോലും തിരിച്ചിട്ടില്ല. ഇനി 5 വർഷമോ 10 വർഷം അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ അടച്ച എമൗണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ഇത്തിരി കൂടി കൂടിയ എമൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതേസമയം മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് നമുക്ക് വളരെ വലിയ രീതിയിൽ, ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റായി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾക്ക് എല്ലാ വർഷവും ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു വലിയൊരു തുകയുണ്ട്, ഒറ്റ തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഒറ്റ തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതായത് മന്ത് ഓൺ മന്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് 20 വർഷം 30 വർഷം കഴിഞ്ഞ് ആയിരിക്കും അവരുടെ ഫിനാൻഷ്യൽ ഗോൾ വരുന്നത്. എന്നാൽ ഈ 30 വർഷം അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ ലിമിറ്റഡ്
പേയ്മെൻറ്റ് ഓപ്ഷൻ, അതായത് 20 വർഷത്തേക്കുള്ള ഗോളിന് ഞാൻ 5 വർഷം പേയ്മെൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം പിന്നെ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല, പിന്നെ ജസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നു, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വളരും. ഈ തരത്തിലുള്ള നിരവധി ഓപ്ഷൻസ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇനി ഞാനിപ്പോൾ ഒരു SIP, അതായത് ഇപ്പം നിലവിൽ എൻ്റെ ഒരു ഇൻകം വെച്ച് ഞാൻ 1 ലക്ഷം രൂപയുടെ SIP ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു എക്സ്ട്രാ കമ്മിറ്റ്മെൻറ്റ് വന്നു, എനിക്ക് 1 ലക്ഷം രൂപ അടക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. സാധാരണ രീതിയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ നമുക്ക് എമൗണ്ട് ഓർക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിത് ഇപ്പോൾ ഒരു 50,000 രൂപയായിട്ട് കുറക്കണം, എനിക്ക് SIPയിൽ പോസിബിളാണ്. SIPയിൽ പോസിബിളാണ്. എൻ്റെ വരുമാനം കൂടി 1 ലക്ഷത്തിൽ നിന്ന് എനിക്ക് 2 ലക്ഷം രൂപയായിട്ട് SIP കൂട്ടണം, എനിക്കത് പോസിബിളാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് SIP ക്യാൻസൽ ചെയ്യാം. ഈ തരത്തിലുള്ള നിരവധി ഫ്ലെക്സിബിലിറ്റി. കാരണം ഇപ്പോൾ NRI ആയിട്ടുള്ള വ്യക്തികൾ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചസ് ഈ പറഞ്ഞ ജോബ് സെക്യൂരിറ്റിയാണ്. അവർക്ക് എത്ര നാൾ അടക്കാൻ പറ്റും എന്നത് അവർക്ക് ഒരു നിശ്ചയമില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്ന സമയത്ത് ഈ തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി മ്യൂച്വൽ ഫണ്ടിലുണ്ട്. ഇനി വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇവർക്കൊരു എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ട സാഹചര്യം വന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ നമ്മൾ വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റിയും നമുക്ക് മ്യൂച്വൽ ഫണ്ടിലുണ്ട്. ഇതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലൊന്നും നമുക്ക് ലഭിക്കില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള എല്ലാ ബെനിഫിറ്റുകളും ലഭിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് NRI ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഗൾഫ് NRI, കാരണം അവിടെയാണ് ഈ ജോബ് സെക്യൂരിറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. അവരെ സംബന്ധിച്ച് അവർക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസണും ഈ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. ഇനി രണ്ടാമത്തെ റീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറയാവുന്നൊരു കാര്യം, ഒരു ഹൈ റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ്. ഇപ്പോൾ താങ്കളിപ്പോൾ ബാങ്ക് FDയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിട്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മാക്സിമം ഒരു 7% റിട്ടേൺ ആണ്. പക്ഷേ ഇന്ത്യയിലത്തെ ഇൻഫ്ലേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഓൾമോസ്റ്റ് ഒരു മിക്ക കാറ്റഗറിയിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് FD പോലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസിക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷന് നമ്മളെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതേസമയം നിങ്ങളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ഒരു 6 to 7% ആണെങ്കിൽ എക്സ്ട്രാ ഒരു 6 to 7% കിട്ടാനുള്ള പോസിബിലിറ്റീസ് മ്യൂച്വൽ ഫണ്ടിലുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏകദേശം ഒരു 12% അല്ലെങ്കിൽ 13% അല്ലെങ്കിൽ 14% ഒക്കെ റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് മ്യൂച്വൽ ഫണ്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് വളരെ ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ തൊമ്മിച്ചനെ ഇപ്പോൾ ഏകദേശം ഒരു 20 വർഷം കഴിയുമ്പോൾ റിട്ടയർമെൻറ്റ് ആകണം എന്ന് വിചാരിക്കുക. 20 വർഷം കഴിയുമ്പോൾ റിട്ടയർമെൻ്റ് ആണ്. ആ സമയത്ത് അദ്ദേഹത്തിന് 5 കോടി രൂപ വേണം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക. 2 ലക്ഷം രൂപയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ബാങ്ക് FD പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 6% റിട്ടേൺ കിട്ടണമെങ്കിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് 1,07,000 രൂപ വെച്ച് SIP ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തിന് ഈ 5 കോടി രൂപ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഈ 2 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തി റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ ഒരു ഗോളിന് വേണ്ടി മാത്രം ഈ പറഞ്ഞ എമൗണ്ട് 1,07,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യുക എന്നത് പോസിബിൾ ആണോ? നോർമൽ സിറ്റുവേഷനിൽ പോസിബിൾ അല്ല. അതേസമയം ഇദ്ദേഹത്തിന് ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ 12% റിട്ടേൺ കിട്ടുന്ന ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 50,000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഈ പറഞ്ഞ ഗോൾ അച്ചീവ് ചെയ്യാൻ. മൂന്നാമതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് NRIസിന്, പ്രത്യേകിച്ച് ഗൾഫ് NRIസിന് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺ 3, വളരെ ഈസി ആയിട്ട് റിപ്പാർട്ടിയേഷൻ. അതായത് നമ്മളിപ്പോൾ ഈ എമൗണ്ട് നമുക്ക് ഇപ്പോൾ പുറത്തേക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ വളരെ ഈസി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ്, ചിട്ടി, അങ്ങനെയുള്ള കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ NRI FD ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലാൻഡ്, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വിൽക്കുക എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് എല്ലാം NRO അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ NRO അക്കൗണ്ടിലുള്ള എമൗണ്ട് നമുക്കിപ്പോൾ തിരിച്ച് ഗൾഫിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പറ്റില്ലെന്നല്ല പറയുന്നത്, കുറച്ച് ബുദ്ധിമുട്ടാണ്.
അതേസമയം ഇപ്പം താങ്കളിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ NRI അക്കൗണ്ട് ത്രൂ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് ഈ ഒരു എമൗണ്ട് താങ്കളെ സംബന്ധിച്ച് NRI അക്കൗണ്ടിലേക്ക് തന്നെയാണ് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇതിപ്പോൾ താങ്കൾക്ക് ഈ ഒരു എമൗണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ താങ്കൾക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം നമ്മളിവിടെ എന്തുകൊണ്ട് ഗൾഫ് NRIs ഇപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഞാനിതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റുകളെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി. കാരണം നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്തുകൊണ്ടാണ്? ജോബ് സെക്യൂരിറ്റി. അതിന് ആ ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ടിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇല്ലെന്ന് തന്നെ പറയാം. രണ്ടാമതായിട്ട് ഇപ്പം നമ്മൾ നേരിടുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക്കാണ് നമുക്ക് റിട്ടേൺസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു, ഇപ്പോൾ തൊമ്മിച്ചനെ ഇപ്പോൾ 2 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് തൊമ്മിച്ചനെ ഇപ്പോൾ 1,07,000 രൂപ റിട്ടയർമെന്റിന് വേണ്ടി മാത്രം നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈ റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി നമ്മളെ സംബന്ധിച്ചുണ്ട്. മൂന്നാമതായിട്ട് ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് റിപ്പാർട്ട് ചെയ്യാൻ ഈ ഒരു എമൗണ്ട് നമുക്ക് വിദേശ റിപ്പാർട്ടേഷൻ ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള നിരവധി ഗുണങ്ങൾ മ്യൂച്വൽ ഫണ്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, താങ്കളിപ്പോൾ ഒരു ഗൾഫ് NRI ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു NRI ആണെങ്കിൽ ഈവൻ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ താങ്കളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാം. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഞങ്ങളെ പ്രീമിയം സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്.